ഇസ്രയേൽ ആക്രമണത്തിൽ സൈനിക കമാൻഡർ അലി ഷദ്മാനി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ രംഗത്ത്. അലി ഷദ്മാനിയെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷദ്മാനി മരിച്ചതായാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആദ്യഘട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട IRGCയുടെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ ഗുലാം അലി റാഷിദിന്റെ പിൻഗാമിയായിട്ടാണ് അലി ഷദ്മാനി ചുമതലയേറ്റത്. ഇതിന് 4 ദിവസങ്ങൾക്ക് ശേഷം അലി ഷദ്മാനി കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് ഇദ്ദേഹമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന നേരത്തെ പറഞ്ഞിരുന്നു. അതിനിടെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ആവർത്തിച്ചുള്ള ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ജൂൺ 13-നായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ആദ്യഘട്ടത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ഗാബിരി അടക്കം 6ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു ഇറാന് നഷ്ടമായത്. ആണവ ശാസ്ത്രജ്ഞർ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായി തിരിച്ചടി നൽകി. തുറമുഖ നഗരമായ ഹൈഫൈ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രയേലിന്റെ ശാസ്ത്രഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെടുന്ന വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു.